മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചു, വമൽ വഹനു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് വഹൻ എന്ന് പറഞ്ഞാൽ, ഏതാണ് ആ രോഗം എന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അമിതമായ ആഗ്രഹം. വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള ഭയം. മരണത്തെ പേടിക്കുന്നവരാണ് നമ്മള്, മരണത്തെ വെറുക്കുന്നവരാണ് നമ്മള്, മരണത്തെ ഭയക്കുന്നവരാണ് നമ്മള്. നമ്മുടെ പൂർവികർ ആരായിരുന്നെന്നറിയോ? അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഗുഹ്യാവയവത്തിലേക്ക് ഇരുമ്പിന്റെ ദണ്ഡ് കുത്തിക്കയറ്റിയപ്പോ നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ പിന്മാറൂല എന്ന് പറഞ്ഞവർ. ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ നഗ്നനായി വലിച്ചു കൊണ്ടുപോയി തിളച്ച വെള്ളം ശരീരത്തിലേക്ക് ഒഴിക്കുമ്പോ അഹദ് അഹദ് അല്ലാഹു അഹദ്, നിങ്ങൾ എന്റെ കൈകാലുകൾ മുറിച്ചു മാറ്റിയാലും, ചെവി മുറിച്ചു മാറ്റിയാലും, മൂക്ക് മുറിച്ചു മാറ്റിയാലും എന്റെ റബ്ബിൽ നിന്ന് ഞാൻ പിന്മാറൂല എന്ന് പറഞ്ഞ് മരണത്തെ നേരിട്ടവരായിരുന്നു അവർ, മരണത്തെ സ്വീകരിച്ചവരായിരുന്നു അവർ. മുഅ്മിനീങ്ങളെ, ചുട്ടുപൊള്ളുന്ന തീയിലേക്ക് ജീവനോടെ പച്ച ശരീരത്തെ മലർത്തിക്കിടത്തിയപ്പോ ഇസ്ലാമിൽ നിന്ന് പിന്മാറൂല, നിങ്ങൾ എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞവർ. ഫിർഔനിന്റെ കൊട്ടാരത്തില് മാഷിത്വ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഫിർഔനിന്റെ കൊട്ടാരത്തില് ഫിർഔനിന്റെ മകളുടെ ഖാദിമായിരുന്നു, മെയ്ഡായിരുന്നു ഈ പെണ്ണ്. ഫിർഔനിന്റെ മകളുടെ ഇങ്ങ് തലവാർന്നു കൊടുക്കുമ്പോൾ കയ്യിൽ നിന്ന് ചീർപ്പ് താഴേക്ക് വീണപ്പോൾ ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ചീർപ്പെടുക്കുന്നു എന്ന് പറഞ്ഞ് ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ചീർപ്പെടുത്തപ്പോൾ ഫിർഔനിന്റെ മകൾക്കത് പിടിച്ചില്ല. എന്റെ പിതാവ് ഫിർഔൻ ഉണ്ടാകുമ്പോ ബിസ്മി ഫിർഔൻ എന്ന് പറയുന്നതിന് പകരം ബിസ്മില്ലാ. ആരാണ് ഈ അല്ലാഹ്? ആരാണ് ഈ അല്ലാഹു? നിന്റെയും നിന്റെ പിതാവിന്റെയും ഇലാഹാണ്, ദൈവമാണ്. ഞാൻ എന്റെ പിതാവിനോട് പറയും പറഞ്ഞോളൂ, ഞാൻ എന്റെ പിതാവിനോട് പറയും പറഞ്ഞോളൂ, എന്താ കുഴപ്പം? അങ്ങനെ പിതാവിനോട് പറഞ്ഞു, എന്റെ മെയ്ഡ് നിങ്ങളല്ലാത്ത ഒരു ഇലാഹിൽ വിശ്വസിക്കുന്നു എന്ന് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു, കൊണ്ടുവന്നു. എന്താ ചോദിച്ചു? ആരാണ് അല്ലാഹു? നിന്നെയും എന്നെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു, ഞാനല്ലാത്ത മറ്റൊരു ദൈവമോ? അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ്, എന്നെക്കാൾ മുകളിൽ വേറൊരു റബ്ബില്ല. വഹാദിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ കാണുന്ന നദികൾ ഒഴുകുന്നതിന്റെ കൽപ്പന പ്രകാരമാണ്. ഞാൻ ജീവിപ്പിക്കും, ഞാൻ മരിപ്പിക്കുമെന്നെല്ലാം പറഞ്ഞപ്പോൾ മാഷിത്ത പറഞ്ഞു, നിന്നെയും എന്നെയും സൃഷ്ടിച്ച എന്റെ അല്ലാഹുവിനല്ലാതെ വേറെ ഒരാളിലും ഞാൻ വിശ്വസിക്കൂല എന്ന് പറഞ്ഞപ്പോ എന്താ ഫിർഔൻ ചെയ്തത്? എന്താ ഫിർഔൻ ചെയ്തത്? വലിയൊരു പാത്രം കൊണ്ടുവന്നു, ഒരു തളിക. നിങ്ങളെ പരിപാടിക്കൊക്കെ നെയ്ച്ചോറുണ്ടാക്കൂലേ, അത്രത്തോളം വരുന്നൊരു തളിക കൊണ്ടുവന്നു. ആ തളികയിൽ എണ്ണ ഒഴിച്ചു. എന്നിട്ട് വലിയൊരടുപ്പുണ്ടാക്കി ആ എണ്ണ അടുപ്പത്തിങ്ങനെ തീ കത്തുമ്പോ എണ്ണ ഇങ്ങനെ തിളച്ചു മറയാണ്, തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ. ആ എണ്ണയുടെ മുമ്പിലേക്ക് മാഷിത്തയെയും 4 മക്കളെയും ഫിർഔൻ കൊണ്ടുവരുന്നുണ്ട്. മാഷിത്തയെയും 4 മക്കളെയും കൊണ്ടുവരുന്നുണ്ട് ഫിർഔൻ. എന്നിട്ട് മാഷിത്ത ബീവിയോട് പറഞ്ഞു, എന്നെ കൊണ്ട് വിശ്വസിച്ചില്ല എങ്കിൽ ഈ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് ജീവനോടെ ഞാൻ വലിച്ചെറിയുമെന്ന്. നിങ്ങൾ ആലോചിക്ക്, അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറയോ? അതല്ല, നിങ്ങൾ എന്നെ ജീവനോടെ വലിച്ചെറിഞ്ഞാലും ഞാൻ പിന്മാറൂല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കാനുള്ള ഈമാൻ നമ്മൾക്കുണ്ടോ? മാഷിത്ത ബീവിയോട് പറഞ്ഞു, നിങ്ങളുടെ ഓരോ മക്കളെയും ഞാൻ ജീവനോടെ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയാൻ പോവാണ്. മാഷിത്ത ബീവി അറിഞ്ഞാൽ കുഴപ്പമില്ല, മഹദി അനുഭവിച്ചു മരിച്ചോളും. എന്നാൽ സ്വന്തം മക്കൾ എണ്ണയിൽ ഇങ്ങനെ തിളച്ചു മറിയുന്നത് കാണാൻ ഒരു മാതാവിന് സാധിക്കുമോ? നമ്മൾ ആലോചിക്ക്.
ഒരു പിതാവിന് സഹിക്കുമോ സ്വന്തം മക്കൾ ഇങ്ങനെ ജീവനോടെ തിളച്ചു മറിയുന്ന എണ്ണയിൽ ഇങ്ങനെ തിളക്കുന്നത്, വെന്തുരുകുന്നത്? ഏത് മാതാവിനാ, ഏത് പിതാവിനാ സഹിക്കാൻ കഴിയ? എന്നിട്ട് പോലും മഹദി പറഞ്ഞു, ഞാൻ പിന്മാറൂല. ഒന്നാമത്തെ മകന് ജീവനോടെ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ മാതാവിന്റെ കൺമുന്നിൽ വെച്ച് തിളച്ച് തിളച്ച് ഒരു മാംസം തിളപ്പിക്കുമ്പോൾ അസ്ഥികൾ ഇങ്ങനെ ശരീരത്തിന്റെ സകല മാംസങ്ങളും ഓരോ ഭാഗങ്ങളായി ഇങ്ങനെ ജീവൻ നശിച്ചു പോകുന്നത് വരെ, ജീവനറ്റു പോകുന്നത് വരെ കാണേണ്ടി വന്ന ഒരു മാതാവ്. എന്നിട്ട് പിന്മാറാതെ പതറാതെ ഈമാനിൽ അടിയുറച്ചു നിന്നപ്പോൾ രണ്ടാമത്തെ മകനെയും പിടിച്ച് ജീവനോടെ തിളച്ചു മറയുന്ന എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ എണ്ണയിൽ രണ്ടാമത്തെ മകനും പിടഞ്ഞു മരിക്കുന്നത് കാണാൻ ഇടയായി. മൂന്നാമത്തെ മകനെയും വിളിച്ചു, ജീവനോടെ തിളച്ചു മറയുന്ന തളികയിലേക്കിട്ടു. അവസാനം നാലാമതായി മുലപ്പാല് കുടിക്കുന്ന പിഞ്ചോമന കുഞ്ഞാണുള്ളത്. ആ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ മാഷിതാ ബീവിയുടെ കൽബൊന്ന് പിടച്ചുപോയി. മാഷിതാ ബീവിയുടെ കൽബൊന്ന് പിടച്ചുപോയി. മുലപ്പാല് കുടിക്കുന്ന പിഞ്ചോമന പൈതൽ, ആ പൈതലിനോടെങ്കിലും ഒന്ന് ആ കാരുണ്യം കാണിച്ചിരുന്നുവെങ്കിലെന്ന്, ആ പൈതലിനോടെങ്കിലും ഒന്ന് ദയ കാണിച്ചിരുന്നെങ്കിലെന്ന്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ മുലപ്പാല് കുടിക്കുന്ന സംസാരശേഷിയില്ലാത്ത കുഞ്ഞ് പറഞ്ഞത്, ഉമ്മ നിങ്ങൾ പേടിക്കണ്ട, ധൈര്യമായി നിന്നോളൂ, അള്ളാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാകുമെന്ന് മുലപ്പാല് കുടിക്കുന്ന ഒരു കുഞ്ഞ് കയ്യിൽ വെച്ച് സംസാരിക്കുന്നത് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. 4 മക്കള് കൺമുന്നിൽ വെച്ച് വെന്തുരുകുന്നത് കണ്ടിട്ട് പോലും ഇസ്ലാമിൽ നിന്ന് പിന്മാറാൻ മാഷിത്ത് ബീവി തയ്യാറായില്ല. ആ മാഷിത്ത് അവസാനമായി പറഞ്ഞത്, ഞാൻ മരിക്കുന്ന സമയത്ത് ഒരു ഉപദേശം എനിക്കുണ്ടൊരു വസിയ്യത്തുണ്ട്. എന്നെയും എന്റെ 4 മക്കളെയും അവരുടെ അസ്ഥികൂടങ്ങളെ, മാംസങ്ങളൊക്കെ വെന്തുപോയില്ലേ, ബാക്കിയുള്ള അസ്ഥികൂടങ്ങളെ ഒരു തുണിയിൽ നിങ്ങൾ കഫൻ ചെയ്ത് മറമാടണമെന്നുള്ളൊരു വസിയ്യത്തോടുകൂടി ജീവനോടെ തിളച്ചു മറിയുന്ന എണ്ണയിൽ കിടന്ന് മഹതിയായ മാഷിത്ത ബീവി മരിച്ചു പോകുന്നുണ്ട്. എന്തിനെ? ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഈ ചീർപ്പെടുക്കുന്നു എന്ന് പറഞ്ഞവരുടെ കാരണത്താൽ. മുഅ്മിനീങ്ങളെ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അയ്യകൂന ലഹുമുൽ ഖിയറ. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം നമ്മൾക്ക് പറഞ്ഞു തന്നാൽ പിന്നെ സ്വന്തമായിട്ട് നമ്മൾക്കൊരു തീരുമാനമുണ്ടാവാൻ പാടില്ല. ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞാൽ ഹിജാബ് ധരിക്കണം, ഔറത്ത് മറക്കണമെന്ന് പറഞ്ഞാൽ ഔറത്ത് മറക്കണം.